ഹലോ, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ലയിങ് പ്ലാസൻ്റ, അതായത് മറുപിള്ള താഴെയായിട്ട് വരുന്ന അവസ്ഥ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ് ഈ കണ്ടീഷൻ എത്താൻ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മറുപിള്ള. നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ പ്ലാസൻ്റയ്ക്കും ഉണ്ട്. കാരണം കുഞ്ഞിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനും എല്ലാം, ന്യൂട്രീഷൻ സപ്ലൈ എല്ലാം നടക്കുന്നത് പ്ലാസൻ്റ വഴിയാണ്. പ്ലാസൻ്റയിൽ നിന്നാണ് കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. പ്ലാസൻ്റ ഇപ്പം യൂട്രസിൻ്റെ പിൻഭാഗത്താണെങ്കിലും പോസ്റ്റീരിയർ ആണെങ്കിലും യൂട്രസിൻ്റെ മുൻഭാഗത്ത് ആൻറ്റീരിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഫണ്ടൽ, അതായത് ടോപ്പ് പൊസിഷനിലാണെങ്കിലും നമുക്ക് പേടിക്കേണ്ടതില്ല. പ്ലാസൻ്റ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമ്മൾക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ തന്നെ, വയറ്റിൽ കുഞ്ഞ് ഉടലെടുക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടാകുന്നതാണ് ഈ പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ. പ്ലാസൻ്റയാണ് കുഞ്ഞിന് എല്ലാ വിധത്തിലുള്ള പോഷകങ്ങളും നൽകുന്നത് നമുക്കറിയാം. അപ്പോൾ പ്ലാസൻ്റ പൊസിഷൻ മാറിക്കഴിഞ്ഞാലും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ സർവിക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തോട് ചേർന്നത് ലോ ലയിങ് പ്ലാസൻ്റ, അതിന് താഴെ ഭാഗത്തായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓയസ് എന്ന് പറയുന്ന സർവിക്സിൻ്റെ ഓപ്പണിങ് ആ ഭാഗം കവർ ചെയ്താണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അതായത് ലോ ലയിങ് പ്ലാസൻ്റ ആദ്യത്തെ മാസങ്ങളിലേക്കാണ് നമ്മൾ ലോ ലയിങ് പ്ലാസൻ്റ കണ്ടെത്തുക എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വരും മാസങ്ങളിൽ തുടർന്നുള്ള ഫോളോ അപ്പ് സ്കാനുകളിൽ നമുക്കറിയാൻ പറ്റും. അത് പിന്നെയും വളർന്ന് മുകളിലോട്ട് പോയി ആ ഒരു റിസ്ക് ഉള്ള പോർഷനിൽ നിന്നും അത് മാറി വളരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോ ലയിങ് പ്ലാസൻ്റ ഉണ്ടാകുന്നത് എന്ന് പറയാം. സർവീസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഇൻറ്റേർണൽ ഓയിസിന് 2 സെൻറ്റിമീറ്ററിനുള്ളിലാണ് ഈ പ്ലാസൻ്റ വളർന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ലോ ലയിങ് പ്ലാസൻ്റ എന്ന് പറയും. ഇത് മിക്കവാറും 5-ാം മാസത്തെ സ്കാനിങ്ങിലൊക്കെയാണ് നമ്മൾ ഈ ലോ ലയിങ് പ്ലാസൻ്റ എന്നുള്ളൊരവസ്ഥ സ്കാനിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്ലാസൻ്റയുടെ മുകൾ ഭാഗത്താണ് കൂടുതൽ രക്തയോട്ടം ഉള്ളത്, താഴ്ഭാഗത്ത് രക്തയോട്ടം കുറവായിരിക്കും. അപ്പം മുകൾ ഭാഗത്താണ് അതിൻ്റെ വളർച്ച നടക്കുന്നത്. മുകളിലേക്ക് വളർന്ന് മുകളിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഇൻറ്റേർണൽ ഓയസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. 5-ാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ കണ്ടാലും അവർ നെക്സ്റ്റ് സ്കാനിങ്, ഫോളോ അപ്പ് സ്കാനിങ്ങുകളൊക്കെ പറയും. അപ്പോഴത്തേക്കും ചിലപ്പം കേവലം ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് പ്ലാസൻ്റ മുകളിലേക്ക് മാറാറുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോ ലയിങ് പ്ലാസൻ്റയിൽ എന്താണ് സിംറ്റംസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്ലീഡിങ് ആണ്. അതായത് വേദനയൊന്നും ഇല്ലാത്ത ബ്ലീഡിങ് ആണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്ന സിംറ്റംസ്. ഇനി ഈ ലോ ലയിങ് പ്ലാസൻ്റയുടെ മറ്റൊരു കണ്ടീഷനാണ് പ്ലാസൻ്റ പ്രിവിയ. അതായത് ഗർഭാശയ മുഖത്തിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കവർ ചെയ്ത് ഇത് വളരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസൻ്റ പ്രിവിയ എന്ന് പറയുന്നത്. 10-ൽ ഒരാൾക്കാണ് നമ്മളിങ്ങനെ പ്ലാസൻ്റ പ്രിവിയ കാണാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് ഉണ്ടാവാറ്. എല്ലാവർക്കും കാണുന്നൊരു കണ്ടീഷനല്ല. പിന്നെ പ്ലാസൻ്റ പ്രിവിയയുടെ ഉള്ള ആളുകൾക്ക് പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ആരിലൊക്കെയാണ് ഈ പ്ലാസൻ്റ പ്രിവിയ കാണാൻ സാധ്യതയുള്ളത്? അതായത് മുമ്പത്തെ പ്രഗ്നൻസിയിലും പ്ലാസൻ്റ പ്രിവിയ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 2-3 തവണ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രഗ്നൻസി ടെർമിനേറ്റ്, അതായത് DNC അടുപ്പിച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പിന്നെ അതുപോലെ യൂട്രസിൽ സർജറി എന്തെങ്കിലും ചെയ്തിട്ടില്ല, ഇപ്പോൾ ഫൈബ്രോയിഡ് റിമൂവലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർജറി യൂട്രസിലൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇവരിലൊക്കെയാണ് പ്ലാസൻ്റ പ്രിവിയ വരാൻ കൂടുതൽ ചാൻസ്. പിന്നെ നമ്മളിത് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമുക്ക് പ്ലാസൻ്റ പ്രിവിയ എന്ന കണ്ടീഷനിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ പേടിക്കേണ്ടതില്ല. പിന്നുള്ള 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ അത് ചിലപ്പോൾ ആ കണ്ടീഷനിൽ നിന്ന് മാറി പ്ലാസൻ്റ മുകളിലേക്ക് ആകാവുന്നതാണ്. തീർത്തും ലാസ്റ്റ് സ്കാനിങ്ങിൽ വരെയും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് കുഞ്ഞിനെ സേഫായിട്ട് പുറത്തിറക്കണമെങ്കിൽ സിസേറിയനാണ് സേഫായിട്ടുള്ളൊരു മാർഗം. കുഞ്ഞിനെ നോർമൽ ഡെലിവറി നമുക്ക് പ്ലാസൻ്റ പ്രിവിയ ഉണ്ടെങ്കിൽ നടക്കുന്നതല്ല. 15 to 20 വീക്സിലെ സ്കാനിങ്ങിലാണ് ഇപ്പം നമ്മൾ ലോ ലയിങ് പ്ലാസൻ്റ കണ്ടിട്ടുള്ളത് ഡോക്ടർ. നെക്സ്റ്റ് അതായത് 32 വീക്സിൽ 8-ാം മാസത്തിൽ സ്കാനിങ്ങിന് പറയും. അപ്പോഴും
ഇത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 9 months സ്കാനിങ്ങിൽ 36 വീക്സിൽ സ്കാനിങ് ചെയ്യാൻ പറയും. അപ്പോഴും അത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സി സെക്ഷൻ ചെയ്യാനായിട്ട് പറയും. അതുമല്ല അവർ വീണ്ടും ട്രാൻസ്വജൈനൽ സ്കാനിങ്ങിന് പറയും. ട്രാൻസ്വജൈനൽ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് കറക്റ്റ് പ്ലാസൻ്റയുടെ ലൊക്കേഷൻ അറിയാം. അതുപോലെ ഹൈ റിസ്ക് പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഹെവി ബ്ലീഡിങ്ങോ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യേണ്ടി വരൂ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ കൂടെ ചെയ്യുന്നത്. ഇനി ഈ കണ്ടീഷനിലുള്ള ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അമിത ഭാരമായിട്ടുള്ള സാധനങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല, എക്സസൈസ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന എക്സസൈസ് മാത്രം, ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം എക്സസൈസ് ചെയ്യുക. പിന്നെ ഒരുപാട് നടക്കുകയും ചെയ്യരുത്. കുനിഞ്ഞ് നിവർന്നുള്ള ജോലികളോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ കഴിവതും റെസ്റ്റ് എടുക്കുക. ഹെവി ആയിട്ട് ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് HP ലെവൽ 13 എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 12 എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കണ്ടീഷനുള്ളവർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ബ്ലീഡിങ് ഇതിൻ്റെ ഒരു മെയിൻ സിംറ്റം ആണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും HP ലെവലൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ലോ ലെയിങ് പ്ലാസൻ്റ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ ഇടതുവശം തന്നെ തിരിഞ്ഞ് കിടക്കുക എങ്കിലേ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ നടക്കും, കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇടതുവശം തന്നെ തിരിഞ്ഞ് കിടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ലോ ലെയിങ് പ്ലാസൻ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ടായിരിക്കും. പക്ഷേ നമുക്കതിനൊന്നും ചെയ്യാനില്ല. അത് നോർമലി ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റാനോ ഒന്നും കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.